എല്ലാ കൂട്ടുകാർക്കും ഡിസൈനിങ് അൺബോക്സിങ്ങിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പോസ്റ്റർ ഡിസൈനിങ് ആണ്. അപ്പം +2 BHSC വിജയികൾക്ക് നമ്മൾ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്ററാണ്. ഇപ്പോൾ ഇതിൻ്റെ ചാനലിൻ്റെ പേരിലുള്ളൊരു പോസ്റ്ററാണ് ഞാൻ തയ്യാറാക്കിയത്. അപ്പം ഇതിൻ്റെ സൈസും കാര്യങ്ങളും സെറ്റ് ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് എടുക്കാം. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം ഇതിലേക്ക് നമുക്കൊരു ഇമേജാണ് വേണ്ടത്. ഒരു സ്കൂൾ കുട്ടികൾ അല്ലെങ്കിൽ +2 വിദ്യാർത്ഥികൾ പഠിക്കുന്നൊരു ഇമേജ്. ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ 1:1 ആണ്, 1000x1000. അതിനുശേഷം രണ്ടാമതൊരു ഒരു ഇമേജ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട്. ഇതിനെ ക്രംബിൾഡ് പേപ്പർ എന്നാണ് പറയുന്നത്. നെറ്റിൽ സെർച്ച് കൊടുത്ത പലതരത്തിലുള്ള ക്രംബിൾഡ് പേപ്പർ അവൈലബിൾ ആണ്. അതിനുശേഷം നമുക്ക് എന്തൊക്കെയാണ് കണ്ടന്റുകൾ വേണ്ടത് അത് ഇതിനകത്ത് ഓരോന്നോരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇതിലേക്കൊരു +2, BHSC അതൊന്ന്, വിജയികൾക്ക് 2 അഭിനന്ദനങ്ങൾ. ഈ +2 ഈ വിജയികൾക്കും അതും നമ്മൾ ഉറൂബ് റെഗുലറാണ് കൊടുത്തിരിക്കുന്നത്. അഭിനന്ദനങ്ങളൊരു രഘു എന്നുള്ളൊരു ഫോണ്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെയുള്ളൊരു പോസ്റ്ററൊക്കെ തയ്യാറാക്കുന്ന നേരത്ത് അതിൻ്റെ ഒരു ഫസ്റ്റ് ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ചെറുതായിട്ട്, പിന്നെ വിജയികൾക്ക് എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി വലുതായിട്ട് കൊടുക്കണം. അഭിനന്ദനങ്ങൾ എന്ന് പറയുമ്പോൾ ആ വിജയിയുടെ കുറച്ച് ചെറുതായിരിക്കണം. എന്നാലേ നമുക്ക് ഈ പോസ്റ്ററൊക്കെ ഡിസൈനിങ് കാണുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഒരു കാണുമ്പോൾ ഒരു ഇംപ്രഷൻ തോന്നുള്ളൂ. ഓക്കെ, ഇത് വളരെ ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഇത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ടാബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. ഒക്കെ നമ്മൾ സെൻട്രലൈസ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അടുത്തത് അതിൻ്റെ ഒരു കോപ്പി പേസ്റ്റ് എടുത്ത് അവിടെ പേസ്റ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് എന്താണോ കണ്ടന്റ് വേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വിജയികൾക്ക് നമ്മുടെ റൈറ്റ് പോർഷൻ്റെ ഭാഗത്ത് ചെറിയൊരു അക്ഷരം വിട്ടുപോയിട്ടുണ്ട്. അപ്പം അതിനെ നമുക്ക് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഡിങ് ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ഏറ്റവും മൂലയൊക്കെ കട്ടായി പോയിട്ടുണ്ടെങ്കിൽ പഡിങ് ആ ഓപ്ഷൻ എടുത്ത് അലൈൻ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ആ കട്ടായ ഭാഗമൊക്കെ തിരിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം അഭിനന്ദനങ്ങൾ, അത് നമുക്ക് രഘു എന്നൊരു ഫോണ്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനുശേഷം അതൊന്ന് ബോൾഡ് ചെയ്യാം. ഓക്കെ, അതിൻ്റെയും ചില പോർഷനൊക്കെ ചിലയിടത്ത് കട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അത് റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ബിസിനസ് സ്ഥാപനം ആയിക്കോട്ടെ, നമ്മുടെ ഫേസ്ബുക്ക് പേജ് ആയിക്കോട്ടെ, യൂട്യൂബ് ചാനൽ ആയിക്കോട്ടെ, അതിൻ്റെ പേര് നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. ഇപ്പം എൻ്റെ ചാനലിൻ്റെ പേര് ഡിസൈൻ അൺബോക്സിംഗ് ആണ്. അത് ഫേസ്ബുക്കിലുണ്ട്, യൂട്യൂബിലുണ്ട്, ഇൻസ്റ്റയിലുണ്ട്. ഓക്കെ, അതിൻ്റെ ലോഗോയും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളതിലേക്കൊരു ഫോണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫോണ്ടുകളെല്ലാം ഇംഗ്ലീഷ് ഫോണ്ടുകളെല്ലാം നമുക്ക് ഫോണ്ടിൽ അവൈലബിൾ ആണ്. ഓക്കെ, അത് നമ്മൾ ബോൾഡ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കതൊന്ന് സെൻട്രലൈസ് ചെയ്യാം. നമുക്ക് ആ ലോഗോ ഇല്ലേ, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതിന് നമുക്ക് ഫോണ്ടായിട്ട് തന്നെ കിട്ടും. അതിൻ്റെ ലോഗോസ് ഫോണ്ടായിട്ട് കിട്ടും. നമുക്കത് PNG എടുക്കണ്ട, അതിൻ്റെ ഫോണ്ട് നമുക്ക് ഫോണ്ടേ അവൈലബിൾ ആണ്. ഓക്കെ, ഡാഫോണ്ടിൽ പോയാൽ നമുക്ക് അതിൻ്റെ ഐക്കണും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.